വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് മാങ്ങയാണ്. അപ്പോൾ ഞാൻ മാങ്ങ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ നിങ്ങളൊരു ലൈക്കൊക്കെ തരാം കേട്ടോ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ലൈക്ക് ഇടാതെ എല്ലാവരും കണ്ടിറങ്ങി പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഒരുപാട് പ്രയോജനമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ ഇന്ന് ഞാനത് ആ മാങ്ങ ഒന്ന് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് നനഞ്ഞ് കിട്ടാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാനിലേക്ക് ഞാനിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എന്തെന്നറിയണ്ടേ? നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴം കൊണ്ടുള്ള നല്ല അടിപൊളി നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് അടിച്ച മാങ്ങ പാനിലേക്ക് ഒഴിച്ചു. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് മാവ് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ മധുരം എല്ലാം നല്ല ഫ്ലേവറൊക്കെ നല്ലപോലെ കിട്ടും. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പിന് 1 കപ്പ് മാവ് ഇവിടെ ആവശ്യത്തിനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. മാവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കട്ടകളില്ലാതെ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ മാവ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് കുഴച്ച് ഇതുപോലെ ഒന്നാക്കി ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റാം. അപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് ചെറിയൊന്ന് മാറിക്കോട്ടെ. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതിങ്ങനെ ചെയ്യരുത് കേട്ടോ. നമുക്ക് ഈ ജോലി സ്ഥിരം ചെയ്യുന്നവർക്ക് ചൂടൊന്നും വലിയ ഇതായിട്ട് തോന്നത്തില്ല. അപ്പോൾ കൈ ഒന്ന് വെള്ളത്തിൽ ഒന്ന് നനച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം മാവ് നല്ലപോലെ കുഴച്ചെടുക്കുക അതിനനുസരിച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള നൂൽപുട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മാവ് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി തട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒന്ന് എണ്ണ പുരട്ടിയതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുമല്ലോ, തേങ്ങയൊക്കെ അതിൽ പിടിച്ചിരിക്കും. അപ്പോൾ എനിക്കിതിലൊരു അബദ്ധം പറ്റി, ഞാൻ എണ്ണ ഒന്ന് പുരട്ടാൻ മറന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങാപ്പീര നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി മാങ്ങ ഇങ്ങനെ വെക്കേണ്ടെന്നുള്ളവർക്ക് നമ്മൾ ചേർത്ത മാങ്ങ മാത്രം മതിയാവും. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. മാങ്ങയുടെ പീസ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുക, തേങ്ങ ഒക്കെ കൂടെ ആയിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇതിന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. അപ്പോൾ മാവെല്ലാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയെന്ന് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും ഇങ്ങനെ വെറൈറ്റിയൊക്കെ നമ്മൾ ചെയ്ത് കഴിക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഞാൻ മണ്ടയ്ക്കും കൂടെ അതിൻ്റെ മുകളിലായിട്ട്, മണ്ടയ്ക്കെന്ന് പറയുമ്പോൾ ഇനി വേറെ ഒന്നും വിചാരിക്കേണ്ട, എൻ്റെ മുകളിലായിട്ടും കൂടെ കുറച്ച് തേങ്ങാപ്പീര ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. ഒന്നുകൂടെ നമുക്ക് തേങ്ങാപ്പീര ഇച്ചിരി ഏറെ കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. വെച്ച് ഒരു 7-8 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്താലും നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാമ്പഴ നൂൽപുട്ട് റെഡിയാവും. അപ്പോൾ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് രസമല്ലേ. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാൻ ഒരു ഹാട്ട് ബോക്സിലേക്ക് ഇത് മാറ്റി വെക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഓയിലൊന്ന് തൂത്ത് കൊടുക്കാൻ മറന്നുപോയി. അത് അടിയിൽ ഒട്ടിപ്പിടിച്ച കേട്ടോ. അപ്പോൾ നമ്മുടെ നൂൽപുട്ടെല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാനിതുപോലെ തയ്യാറാക്കി എടുത്തിട്ട്, അപ്പോൾ നല്ലപോലെ ക്ലിയറായിട്ട് കാണാനായിട്ട് ഞാനിത് പ്ലേറ്റിലേക്ക് കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് സന്തോഷം നിങ്ങളെ വീണ്ടും കാണാൻ പറ്റിയതിൽ. എല്ലാവർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.